ഒരു കുറ്റകൃത്യവും എക്കാലവും ആർക്കും മൂടിവെക്കാൻ സാധിക്കില്ല. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നാലും തെളിവുകളുടെ ഒരു അംശം പോലും ഇല്ലാതിരുന്നാലും കർമ്മഫലം എന്നത് അതിന്റെ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നുള്ള രക്ഷ അസാധ്യവുമാണ്. 1922 എന്ന ഇംഗ്ലീഷ് മൂവി അത് നമുക്ക് കാണിച്ചു തരും. ഭാര്യയും മകനുമൊത്ത് സമാധാനവും സന്തോഷവും നിറഞ്ഞ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു കർഷകൻ ജീവിതത്തിലെടുത്ത ഒരൊറ്റ തെറ്റായ തീരുമാനം അത് അയാളെയും കുടുംബത്തെയും അയാളെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന എല്ലാവരെയും നരകതുല്യമായ ഒരു കാലത്തിലേക്ക് നയിച്ച കഥയാണിത്. അയാളുടെ തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരം. ജീവനതുല്യം സ്നേഹിക്കുന്ന മകൻ എന്നും കൂടെ വേണമെന്ന്. പക്ഷേ അതിനുള്ള ഏക മാർഗമായി അയാൾ കണ്ടെത്തിയത് സ്വന്തം ഭാര്യയെ കൊല്ലുക എന്നായിരുന്നു. ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. കിങ് ഓഫ് ഹൊറർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റായ സ്റ്റീഫൻ കിങ്ങിന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹൊറർ എന്ന് പറയുമ്പോൾ അത് പ്രേതമാണോ അതോ കർമ്മയാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ പ്രയാസകരമാകും. വിൽഫ്രഡ് ജെയിംസ് എന്നാണ് കഥാനായകന്റെ പേര്. നമുക്കയാളെ ജെയിംസ് എന്ന് വിളിക്കാം. കഥ തുടങ്ങുമ്പോൾ ജെയിംസ് പട്ടണത്തിലെ ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് എന്തോ എഴുതുകയാണ്. അതൊരു കൺഫഷൻ നോട്ടായിരുന്നു. അതിലയാൾ എഴുതിയതോ 8 വർഷം മുമ്പ് 1922 അയാൾ തന്റെ മകന്റെ സഹായത്തോടെ ഭാര്യയെ കൊന്നു എന്ന സത്യം. ഒരു മനുഷ്യന് പോലും അയാളുടെ മേൽ ലവലേശം സംശയമില്ലാതിരുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ എന്തിനയാൾ ഇങ്ങനെ ചെയ്യണം? ധൃതിയിൽ എഴുതുന്നതിനിടെ ഭയത്തോടെ ജെയിംസ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അയാളുടെ പ്രായശ്ചിത്തക്കുറിപ്പിലൂടെയാണ് നാം അറിയാൻ പോകുന്നത്. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കഥ പറയാനുള്ള ഇഷ്ടം കൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരു ചാനലാണിത്. ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് പ്രേക്ഷകരുടെ സ്നേഹവും സപ്പോർട്ടും ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അമേരിക്കയിലെ ഒരു കുഗ്രാമത്തിൽ സുന്ദരിയായ ഭാര്യ ആർലെറ്റിനോടും 16 വയസ്സുള്ള മകൻ ഹെൻറിയോടുമൊപ്പം സന്തുഷ്ടകരമായ ഒരു ജീവിതം ജീവിച്ചു വരികയായിരുന്നു വിൽഫ്രഡ് ജെയിംസ്. കർഷകനായിരുന്ന അയാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. ജെയിംസ് അരോഗദൃഢഗാത്രനും ആത്മാഭിമാനിയുമായിരുന്നു. കയ്യിൽ കാശൊന്നുമില്ലെങ്കിലും അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും അയാൾ സഹിക്കുമായിരുന്നില്ല. കുടുംബമായിരുന്നു ജെയിംസിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അഭിമാനവും. അങ്ങനെയിരിക്കെ ആർലെറ്റിന്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ഭീമമായ ഒരു സ്വത്ത് മകളുടെ പേരിലേക്ക് മാറി. ഏകദേശം 100 ഏക്കർ വിലയുള്ള വസ്തു. അത് കയ്യിൽ കിട്ടിയതോടെ ആർലെറ്റ് മെച്ചപ്പെട്ടൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. ഭാര്യയുടെ സ്വത്തിൽ ദുരഭിമാനിയായിരുന്ന ജെയിംസിന് താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് വിൽക്കാനുള്ള അവളുടെ തീരുമാനത്തോട് അയാൾ യോജിച്ചില്ല. അച്ഛന്റെയും അമ്മയുടെയും സ്വത്തുക്കൾ പിൽക്കാലത്ത് ഹെൻറിക്ക് അനുഭവിക്കാനുള്ളതാണെന്നായിരുന്നു അയാളുടെ വാദം. തന്റെ മകൻ സമ്പന്നനായി ജീവിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ആർലെറ്റിനോ ഗ്രാമത്തിലെ മടുപ്പിക്കുന്ന ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്ഥലം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് പട്ടണത്തിൽ ഒരു തുണിക്കടയൊക്കെ ഇട്ട് അവിടെ സെറ്റിലാകണമെന്നായിരുന്നു ആഗ്രഹം. ലാഭമൊന്നുമില്ലാതിരുന്ന ചോള കൃഷിയിൽ മകന്റെ ഭാവി തുലയുമെന്ന് അവൾക്ക് ബോധമുണ്ടായിരുന്നു. പട്ടണത്തിൽ അവന് നല്ല ജോലി കിട്ടും, നല്ല ജീവിതം കിട്ടും. ആർലെറ്റ് പല രീതിയിലും ജെയിംസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ഒരു നടക്കെടുക്കുമായിരുന്നില്ല. അയാളുടെ അച്ഛന്റെ ഓർമ്മ നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. ഒടുവിൽ പല തർക്കങ്ങൾക്കുമൊടുവിൽ ആർലെറ്റ് അയാളോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. അവൾ നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു, ഒപ്പം മകനെയും കൂട്ടുമെന്ന്. അത് അയാൾക്ക് അനുവദിക്കാൻ കഴിഞ്ഞില്ല. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ മകൻ അമ്മയ്ക്കൊപ്പമായിരിക്കും. ഈ ഒരു ചിന്ത അയാളെ വേട്ടയാടാൻ തുടങ്ങി. മകൻ തന്നോടൊപ്പം നിൽക്കണമെന്ന് അയാൾ പല ഒരു ഭാര്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആർലെറ്റിന് മകനെ പിരിയുന്ന കാര്യം ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. കുടുംബാന്തരീക്ഷം കലുഷിതമായി തുടർന്നു. വർഷങ്ങളായി താൻ കാത്തു സൂക്ഷിച്ച തന്റെ കുടുംബം ഛിന്ന ഭിന്നമാകാൻ പോകുന്നു. സമൂഹം തന്നെ കളിയാക്കും. ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് മുദ്രകുത്തും. ഈ ചിന്തകൾ അയാളെ ആകെ ഉലച്ചു കളഞ്ഞു. ഏറെ ദിവസത്തെ ചിന്തകൾക്ക് ശേഷം അയാൾ അതിനൊരു മാർഗം കണ്ടെത്തി. ആരുമറിയാതെ ഭാര്യയെ കൊല്ലുക. കുറഞ്ഞപക്ഷം മകനെങ്കിലും തന്നോടൊപ്പം ഉണ്ടാകും. തനിക്കെന്നും ഒരു കുടുംബം ഉണ്ടാകും. ജെയിംസിന് ആർലെറ്റിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അയാളുടെ ദുരഭിമാനത്തിനെ തോൽപ്പിക്കാൻ ആ ഇഷ്ടത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല. അമ്മയെ കൊന്നത് താനാണെന്നറിഞ്ഞാൽ ഹെൻറി തന്നെ വെറുക്കും.
അതിനാൽ എങ്ങനെയും അവനെയും ഈ പദ്ധതിയിൽ പങ്കുചേർക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെയാണ് ഹെൻറി അയൽപ്പക്കത്തെ വീട്ടിലെ പെൺകുട്ടി ഷാനനുമായിട്ട് തീവ്ര പ്രണയത്തിലാണെന്ന രഹസ്യം ജെയിംസ് കണ്ടുപിടിക്കുന്നത്. ഇതൊരവസരമായി മുതലെടുത്ത് മകനെ തന്റെ പക്ഷം ചേർക്കാൻ അയാൾ പ്ലാൻ ചെയ്തു. അമ്മയ്ക്കൊപ്പം സിറ്റിയിലേക്ക് പോയാൽ പിന്നെ ഷാനനെ അവൻ ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും അമ്മ അവനെ വേറെ വിവാഹം കഴിപ്പിക്കുമെന്നും പറഞ്ഞ് അവൻ അയാളെ ബ്രെയിൻ വാഷ് ചെയ്തു. പ്രായത്തിന്റെ പക്വതക്കുറവും പ്രേമത്തിന്റെ ആസക്തിയും അവനെ അച്ഛനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചു. ആ പ്രായത്തിൽ അവൻ ആഗ്രഹിച്ചിരുന്നത് അമ്മയേക്കാൾ പ്രണയിനിയുടെ സാമീപ്യമായിരുന്നു. മകന്റെ വീക്ക്നെസ് മുതലെടുത്ത അയാൾ മകനെ തന്നെ അമ്മയുടെ ഘാതകനാക്കാൻ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഭയത്തോടെ അവൻ അച്ഛനെ അനുസരിച്ചു. അവന്റെ മനസ്സിൽ ഷാനൻ മാത്രമായിരുന്നു. അങ്ങനെയൊരു നാൾ ജെയിംസ് ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ മനസ്സു മാറിയതായും അവൾക്കും മകനുമൊപ്പം നഗരത്തിലേക്ക് വരാൻ തയ്യാറായതായും അയാൾ അറിയിച്ചു. ഇത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ആർലെറ്റ് ഭർത്താവിനൊപ്പം അന്ന് ഒത്തിരി അധികം മദ്യപിച്ചു. പാവം, അവൾ അത്ര സന്തോഷവതിയായിരുന്നുവെന്ന്. ജെയിംസിനെ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിച്ചില്ലെന്നായിരുന്നു സത്യം. പക്ഷേ അന്ന് അവളുടെ അവസാനത്തെ രാത്രിയായിരുന്നുവെന്ന് അവൾക്കറിയില്ലായിരുന്നു. ബോധമില്ലാതെ കട്ടിലിൽ കിടന്ന ആർലെറ്റിനെ അയാൾ കഴുത്തറുത്തു കൊന്നു. അന്നേരം അവളുടെ മുഖം തുണി കൊണ്ട് മറച്ചു പിടിച്ചിരുന്നത് മകൻ ഹെൻറി ആയിരുന്നു. ശേഷം മൃതദേഹം വീടിനോട് ചേർന്ന വെള്ളമില്ലാത്ത കിണറ്റിൽ തള്ളി. അതിനുമേലെ ഒരു പശുവിനെയും തള്ളിയിട്ടു. പശു വീണ് ചത്തുവെന്നും പറഞ്ഞ് കിണറും മൂടി. ഏറെ നാളായിട്ടും ആർലെറ്റിനെ കാണാനില്ലാതായപ്പോൾ അവൾ സ്ഥലം വിൽക്കാൻ ഏർപ്പാടാക്കിയിരുന്ന വക്കീൽ വീട്ടിൽ അന്വേഷിച്ചെത്തി. അയാളുടെ സംശയത്തിന്റെ പിറകെ പോലീസും എത്തി. എന്നാൽ അച്ഛനും മകനും അവർക്ക് മുന്നിൽ നന്നായി അഭിനയിച്ചു. ആർലെറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം പട്ടണത്തിൽ താമസിക്കാൻ പോയെന്നവർ വരുത്തി തീർത്തു. തെളിവുകളൊന്നും തന്നെ അവർക്കെതിരെ ഉണ്ടായിരുന്നുമില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അച്ഛനും മകനും പശ്ചാത്താപ ഭാരമേറി വന്നു. പ്രത്യേകിച്ചും ഹെൻറിക്ക്. തന്റെ പാവം അമ്മയെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന ചിന്ത അവനെ തളർത്തി. അപ്പോഴേക്കും ഷാനൻ 5 മാസം ഗർഭിണിയായി തീർന്നിരുന്നു. ഇതറിഞ്ഞ ഷാനന്റെ അച്ഛൻ വലിയ പ്രശ്നമുണ്ടാക്കി. അവളെ ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും ഒരു കാരണവശാലും ഹെൻറിയെ പോലൊരു ദരിദ്രന് അവളെ നൽകുകയില്ലെന്നും അയാൾ പറഞ്ഞു. അതിനൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരുന്നു. ഹെൻറിയുടെ അമ്മ അവരുടെ സ്ഥലമൊക്കെ വിറ്റ് ആ പൈസ കൊണ്ട് നഗരത്തിൽ സെറ്റിലായിരുന്നെങ്കിൽ അയാൾ സന്തോഷത്തോടെ ഷാനിനെ ഹെൻറിക്ക് നൽകുമായിരുന്നത്രേ. ഈ കാര്യം ജെയിംസിന് ഹെൻറിയോട് പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ആൾറെഡി എല്ലാം കയ്യിൽ നിന്നും പോയിരുന്ന ഹെൻറി അച്ഛന്റെ കാറും കൊണ്ട് നാടുവിട്ടു പൈസ ഉണ്ടാക്കാൻ. മോഷ്ടിച്ചും കൊള്ളയടിച്ചും സമ്പാദിക്കാൻ ശ്രമിച്ച ഹെൻറി അന്നാട്ടിലെ പ്രധാന റൗഡിയായി മാറി. വീട്ടിൽ ഒറ്റയ്ക്കായി തീർന്ന ജെയിംസിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അയാൾ തന്റെ ഭാര്യയുടെ പ്രേതത്തെയും കാണാൻ തുടങ്ങി. കിണറ്റിലെ ആർലെറ്റിന്റെ മൃതദേഹം എലികൾക്ക് ഭക്ഷണമായി തീർന്നിരുന്നു. അതിനുശേഷം വീട്ടിൽ എലിശല്യം കൂടി വന്നു. ജെയിംസിന് എലിയുടെ കടിയേറ്റു. സെപ്റ്റിക്കായി കൈപ്പത്തി മുറിച്ചു മാറ്റി. ഭാര്യയുടെ കൊലപാതകം അയാൾക്കൊരു ശാപമായി ഭവിച്ചു. അയാളുടെ കൃഷി നശിച്ചു. കൊടും തണുപ്പ് കാലത്ത് വീട് പൊളിഞ്ഞു തുടങ്ങി. കന്നുകാലികളെല്ലാം തണുപ്പും പട്ടിണിയും കാരണം ചത്തുവീണു. ഇനി ഹെൻറിയുടെ കാര്യം നോക്കിയാലോ? ഷാനനുമായി ഒളിച്ചോടിയ ഹെൻറിയെ നാട്ടുകാർ പിടികൂടി. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഷാനന് വയറ്റിൽ വെടിയേറ്റു. ഗർഭിണിയായിരുന്ന അവളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു. പിന്നാലെ അവളും മരിച്ചു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഹെൻറിയും ആത്മഹത്യ ചെയ്തു. ഈ വിവരം ജെയിംസിനോട് പറഞ്ഞത് ആർലെറ്റിന്റെ പ്രേതമായിരുന്നു. അമ്മയെ കൊന്നതിന്റെ പാപഫലം. ഹെൻറിയുടെ മൃതശരീരം കണ്ടപ്പോൾ ജെയിംസ് ഞെട്ടിപ്പോയി. അവന്റെ മുഖമത്രയും എലികൾ തിന്നു തുടങ്ങിയിരുന്നു. കൂടാതെ വഴിയരികിൽ കണ്ടൊരു സ്ത്രീയുടെ ജഡം ആർലെറ്റിന്റേതാണെന്ന് പോലീസ് വിധി എഴുതി. പക്ഷേ അത് കണ്ട് ജെയിംസിന് ആശ്വാസം ഒരിക്കലും ലഭിച്ചില്ല. ആകെ മനസ്സ് തളർന്ന ജെയിംസ് ഷാനന്റെ അച്ഛനെ കാണാനായി ചെന്നു. പക്ഷേ അയാൾ അവിടെ നിന്നും ജെയിംസിനെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അയാളെയും ഭാര്യ ഉപേക്ഷിച്ചു പോയിരുന്നു. ഭാര്യയെയും മകളെയും തനിക്ക് നഷ്ടപ്പെടാൻ കാരണം ജെയിംസ് ആണെന്ന് അയാൾ ആക്രോശിച്ചു. അങ്ങനെ സർവവും നഷ്ടപ്പെട്ട ജെയിംസ് വീടും കൃഷിസ്ഥലവും തുച്ഛമായ തുകയ്ക്ക് വിറ്റ് പട്ടണത്തിലേക്ക് പോയി. പക്ഷേ അയാൾ എവിടെ പോയാലും എലികൾ അയാളെ പിന്തുടർന്നു. എലികൾ ആർലെറ്റിന്റെ പ്രേതമാണെന്ന് അയാൾ വിശ്വസിച്ചു. എലിശല്യം കാരണം അയാൾക്കൊന്നിനും കഴിയാതായി.
മാനസിക വിഭ്രാന്തിയുടെ വക്കത്തെത്തിയ ജെയിംസ് തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു കൺഫഷൻ നോട്ട് എഴുതി വച്ചു. അത് അയാളുടെ ആത്മഹത്യക്കുറിപ്പ് കൂടിയായിരുന്നു. എഴുത്തു കഴിഞ്ഞപ്പോഴേക്കും മുറിയിൽ നിറയെ എലികൾ നിറഞ്ഞിരുന്നു. ഒപ്പം ആർലറ്റിന്റെയും ഹെൻറിയുടെയും ഷാനിന്റെയും പ്രേതങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹെൻറിയുടെ പ്രേതം അമ്മയെ കൊന്ന കത്തി അച്ഛന്റെ നേരെ നീട്ടി. ഇതുകൊണ്ട് പെട്ടെന്നെല്ലാം കഴിയും എന്നും പറഞ്ഞ് ഹെൻറി അച്ഛന് കത്തി നൽകുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. വിൽഫ്രഡ് ജെയിംസ് എന്ന മനുഷ്യന്റെ ഒരു പാപചിന്ത അയാളുടെ നല്ലവളായ ഭാര്യയെയും സന്തോഷവനായിരുന്ന മകനെയും നിഷ്കളങ്കയായിരുന്ന കാമുകിയെയും കുടുംബത്തെയും എവിടെ എത്തിച്ചു എന്ന് നോക്കൂ. അത് അയാളുടെ മരണത്തിൽ തന്നെ കലാശിച്ചു. തനിക്ക് മറ്റൊരു വഴി കണ്ടെത്താമായിരുന്നെന്ന് അയാൾ പിന്നീട് ഖേദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു കുറ്റകൃത്യം ഒരിക്കലും ഒന്നിനും പരിഹാരമായി കണക്കാക്കരുത്. അത് ചെയ്യുന്നവനിൽ തന്നെ വന്നവസാനിക്കുകയാണ് പതിവ്. ഈ സിനിമയിൽ പ്രേതങ്ങളെക്കാളും നമ്മളെ പേടിപ്പെടുത്തുന്നത് ഒരുപക്ഷെ എലികളായിരിക്കും. ഒരുപക്ഷെ ജെയിംസിന്റെ മനസ്സിലെ പശ്ചാത്താപ ഭാരമായിരിക്കാം അയാളെ ഈ വിഭ്രാന്തിയിലേക്ക് നയിച്ചത്. പക്ഷേ കർമ്മ ഇവിടെ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്തു എന്നതാണ് സത്യം. ഈ സിനിമയുടെ കഥയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തും. മറ്റൊരു സിനിമാ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.